റിസൾട്ട് ഇന്നെത്തി. പലർക്കും സന്തോഷകരമായിട്ടുള്ള റിസൾട്ട് ആണ് എന്ന് തോന്നുന്നു. പിന്നെ എല്ലാ വർഷങ്ങളിലും കുറച്ച് കുട്ടികൾക്ക് മാർക്കൊക്കെ കുറവുണ്ടാവും. അത് എല്ലാ വർഷത്തെയും പ്രോസസ്സാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് വലിയ മോശമല്ലാത്ത ഒരു റിസൾട്ട് ആണ് വന്നെന്ന് തോന്നുന്നു. അതിന്റെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഉടൻ തന്നെ കിട്ടി നിങ്ങളോട് എത്തിച്ചിരിക്കും. ആദ്യം തന്നെ പറയാം, നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വരാൻ പറ്റുന്ന കുറെ തെറ്റുകളൊക്കെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മപ്പെടുത്തി അതാത് സമയത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് നിങ്ങൾക്ക് മാക്സിമം +2 കഴിയുമ്പോഴത്തേക്ക് മാക്സിമം മാർക്ക് വാങ്ങേണ്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ കൂടെ കൃത്യമായിട്ട് തരും. ക്ലാസ്സുകളെല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കാൻ പറ്റുന്നെങ്കിൽ അതും ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ +1 റിസൾട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ഓവറോൾ നോക്കുമ്പോൾ. ഞാൻ പറഞ്ഞെടുത്ത് വെച്ചാൽ നോക്കുമ്പോൾ മാത്സിന് പിന്നെ ഒരിക്കലും കുട്ടികൾക്ക് പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. കാരണം നല്ല ടഫായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു റിഫ്ലക്ട് ചെയ്തുകൊണ്ട് റിസൾട്ടിനുള്ളിൽ മറ്റുള്ള സബ്ജക്റ്റ് ഒന്നും വലിയ കുഴപ്പമില്ല, മാർക്കൊക്കെ കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. മീൻസ് അവർ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ക്വസ്റ്റൻ അത്ര ടഫും അല്ലായിരുന്നു. പക്ഷെ മാത്സ് മാത്രം ഇതിനകത്തൊന്ന് ഇത്തിരി ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. അതിപ്പോ 1-2 വർഷമായിട്ട്, പ്രത്യേകിച്ച് 2 വർഷങ്ങളിലും +1ലും +2ലും ഒരേപോലെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ +2ലും അത് ശ്രദ്ധിക്കണം. മാത്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവനാണ് ഇപ്പൊ ഇത്തിരി പിടി മുറുക്കിയേക്കുന്നത്. വേറെ കാരണമൊന്നുമല്ല, നമുക്കിനി ഹയർ സയൻസിന് പോകുമ്പോൾ അവൻ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് വെച്ചുകൊണ്ട് തന്നെയാണ് അതിനുള്ളിൽ കാര്യങ്ങൾ കൂട്ടിയേക്കുന്നത്. പ്രത്യേകിച്ച് കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ ഇത്തിരി അവര് കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ട്. മാർക്ക് അതിന് എല്ലാത്തിനും വെയിറ്റേജ് ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് പറയും. ഇപ്പോഴത്തെ ആദ്യം ചെയ്യേണ്ടത്, ഈ കിട്ടിയ മാർക്ക് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് റീവാലുവേഷൻ ഏതൊക്കെ വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. റീവാലുവേഷന് ഒരു സബ്ജക്റ്റിന് നമുക്ക് 500 രൂപയാണ്. നിങ്ങൾ ഒന്നുകൂടെ അത് വാല്യൂ ചെയ്ത് നോക്കാം. നമ്മൾ അറിയില്ലയോ ഇതെന്തൊക്കെയോ കുറവുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് ഇത്രയൊന്നും അല്ല കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന് റിവാല്യൂ ചെയ്യാം. അപ്പോൾ 500 രൂപയാണ് ഒരു പേപ്പറിന്. നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റ് റിവാലുവേഷൻ വേണേൽ കൊടുക്കാം. ഇനി സ്ക്രൂട്ടിനി ഉണ്ട്. സ്ക്രൂട്ടിനിക്കാവുമ്പോൾ ഒരു സബ്ജക്റ്റിന് 100 രൂപയുള്ളൂ. അതിന്റെ പേര് സൂക്ഷ്മ പരിശോധന എന്നേ ഉള്ളൂ കേട്ടോ. മറ്റൊരു ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫോട്ടോ കോപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 300 രൂപയാണ് ഒരു പേപ്പറിന്. നിങ്ങൾ എഴുതിയ പേപ്പറിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങളുടെ കയ്യിലെത്തും. ഓക്കെ, അതൊക്കെ സമയം എടുക്കും, അതിന്റെ കൃത്യമായിട്ടുള്ള സമയമൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിവാലുവേഷൻ ആണ്, പക്ഷെ 500 രൂപ വെച്ച് പോകുന്നുണ്ട്. എന്നാലും കോൺഫിഡൻസ് ഉള്ള കുട്ടികൾ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 10% കൂടുതലുണ്ടെങ്കിൽ, നമ്മുടെ ടോട്ടൽ മാർക്കിന് 10% കൂടുതൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടെങ്കിൽ, ഇപ്പം 60 മാർക്കിന്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് റീവാലുവേഷനിൽ കൂടെ കിട്ടിയാൽ ഈ 500 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റ് തരുക കേട്ടോ. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തിരിച്ചു തരും. പക്ഷെ 6 മാർക്ക് കുറവാണ് കിട്ടുന്നെങ്കിൽ 5, 4, 3, 2, 1 ആണെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടും, പക്ഷെ പൈസ തിരിച്ചു കിട്ടത്തില്ല. പക്ഷെ 6 മാർക്ക് തൊട്ട് മുകളിലോട്ട് നിങ്ങൾക്ക് റിവാലുവേഷൻ കൂടെ കിട്ടുന്നെങ്കിൽ ആ പൈസയും കിട്ടും, നിങ്ങളുടെ മാർക്കും കിട്ടും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയില്ല ആ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചായി. പിന്നെ ഈ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ ഒരു സൂക്ഷ്മ പരിശോധന എന്നാ. അത് നമുക്ക് വളരെ ഒന്നുകൂടെ നല്ലതായിട്ട് നോക്കുന്നതേ ഉള്ളൂ. അത് വളരെ സ്പീഡായിരിക്കാം. പിന്നെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതിയ പേപ്പർ അത്രയും കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് നിങ്ങൾക്ക് പോസ്റ്റിലായിട്ട് നിങ്ങളുടെ സ്കൂളിലോട്ടായിരിക്കും അത് മിക്കവാറും വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിൽ വീട്ടിലോട്ടും വരാം. എന്നിട്ട് അത് നിങ്ങൾക്ക് നല്ലപോലെ ഒന്ന് നോക്കി, നിങ്ങൾക്ക് ആൻസർ കീ ഒക്കെ വെച്ച് നോക്കി നോക്കി കറക്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വെച്ചോണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്താൽ അതിന് മാർക്ക് കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങളുള്ള വ്യത്യാസങ്ങൾ. റിവാലുവേഷൻ ആകുമ്പോൾ ഒന്നുകൂടെ ഒരു വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പറുകൾ, ഏതൊക്കെ സബ്ജക്ട്സുകൾ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മാക്സിമം നമുക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് 3 സബ്ജക്ട്സ് വരെയാണ് കേട്ടോ. 3, 2, 1 ഇത്രേ പറ്റത്തുള്ളൂ. 4 പറ്റത്തില്ല കേട്ടോ. 4 പറ്റത്തില്ല, 5 പറ്റത്തില്ല. 3 നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫെയിൽ ആയവർക്കും ചെയ്യാം കേട്ടോ. ഫെയിൽ ആയവർക്കും ചെയ്യാം, ഫുൾ ജയിച്ചവർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട്സുകൾ ഇംപ്രൂവ് ചെയ്യാം. അതെങ്കിൽ ഈ വർഷം ഒരു ഭാഗ്യം എന്ന് കരുതിക്കോട്ടെ, ഒരു ചാൻസ് ഈ വർഷം തന്നെ വരുന്നുണ്ട്. സെപ്റ്റംബർ, ഒക്ടോബർ, മിക്കവാറും ഒക്ടോബറിലായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് +2 വലിയ ബാധിക്കാത്ത രീതിയിൽ കൂടെ വേണം ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഏതിനാണോ നിങ്ങൾ കൂടുതൽ അടുത്ത വർഷങ്ങളിൽ +2 കഴിഞ്ഞിട്ട് പോകുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തുള്ളതെടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ, പിന്നെ ഇംഗ്ലീഷും ഉണ്ടാവാം.
നിങ്ങൾ സബ്ജക്ട്സ് വെച്ച് നോക്കുമ്പോൾ സബ്ജക്റ്റിൽ ചില സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും. പ്രത്യേകിച്ച് മാത്സിന് മാർക്ക് ഈ വർഷം ചിലപ്പോൾ ഒത്തിരി പേർ കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഉറപ്പായിട്ടും ഒരു ഇംപ്രൂവ്മെന്റ് എന്നുള്ള ഓപ്ഷൻ സ്വീകരിക്കാം. കാരണം ചിലപ്പോൾ ഇംപ്രൂവ്മെന്റ് ഈസി ആയെങ്കിലോ, മനസ്സിലായില്ലേ? ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഈസി ആയപ്പോൾ 60 നമ്മൾ എഴുത്ത് പരീക്ഷയുടെ കാര്യമാണ് ഞാൻ ഫുൾ 20 ചേർത്തുള്ള 80 പറയുന്നത്. നമ്മുടെ റിട്ടേൺ എക്സാം 60 60 ഒരു 45 ഉള്ളൂ, അല്ലെങ്കിൽ 50 ഉള്ളൂ, അല്ലെങ്കിൽ 40 ഉള്ളൂ. ഉറപ്പായിട്ട് ഇവർക്ക് എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്താൽ മാർക്ക് കൂടാൻ സാധ്യതയുണ്ട്. 60-45 എന്ന് പറയാൻ ഉറപ്പായിട്ടും നമുക്ക്, അല്ലെങ്കിൽ 60-45 ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തണ്ടെന്നാണ് പറഞ്ഞത്. ഈ 60-45 ഉള്ളതിനെ 60 ആക്കാൻ വലിയ പണിയൊന്നുമില്ല. ക്വസ്റ്റ്യൻ ഒന്ന് ഇത്തിരി ഈസി ആയി കഴിഞ്ഞാൽ അത് സംഭവിക്കും. അതേപോലെ ഏതൊക്കെ സബ്ജക്ട്സുകൾ വേണോ വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തീരുമാനിക്കണം. നെക്സ്റ്റ്, എഞ്ചിനീയറിംഗിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും 60 മാറ്റാനുള്ള വഴികൾ സ്വീകരിക്കണം കേട്ടോ. കാരണം എഞ്ചിനീയറിംഗ് അതേപോലെ പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് മാത്സ് ആണ് അതിന്റെ ഏറ്റവും മെയിൻ ആള്. ഇനി നിങ്ങൾ നീറ്റിന് മാത്രമാണ് നോക്കുന്നത്. നീറ്റ് എല്ലാവരും അങ്ങനെ നോക്കുന്നതിന് മണ്ടത്തരമാണ്. നീറ്റ് ഞാൻ മാത്രമേ നോക്കത്തുള്ളൂ. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് പ്രശ്നമാണ്. എന്നാൽ ഒരു ബി പ്ലാനൂടെ വേണമെന്ന്, ഇപ്പൊ എ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലാനോടുകൂടി പോകുന്നതിനാണ് എ. അങ്ങനെയല്ല, നമുക്കൊരു ബി പ്ലാൻ, സി പ്ലാനൂടെ വേണം. അപ്പോൾ നീറ്റ് നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് ആണെങ്കിലും മറ്റുള്ളതോടെ നിങ്ങൾക്ക് കണ്ണ് വേണം. ഇല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ അതിനൊക്കെ പോകണം എന്നുള്ള രീതിയിൽ കൂടെ വേണം കേട്ടോ. ഇനി നീറ്റ് അങ്ങനെ നോക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിനകത്ത് ബയോളജിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ബയോളജി ഇതിനൊക്കെ മാർക്ക് കുറവുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. മാത്സിനെ വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കാം. പക്ഷേ മാത്സ് മാർക്ക് കുറവുണ്ടെങ്കിൽ എല്ലാവരും ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഇമ്പ്രൂവ്മെന്റ് ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഈസി ആയിട്ട് വരും. ഇപ്പൊ +2 റെഗുലർ എക്സാം നല്ല ടഫായിരുന്നു. പക്ഷെ +2 സേ എക്സാം ഈസി ആയിരുന്നു. പക്ഷെ ഈസി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതാൻ പോയെന്നവർക്കെല്ലാം ഓൾറെഡി ബുദ്ധിമുട്ടുള്ളവരാണല്ലോ സേ എക്സാമിന് പോകുന്നവര്. അപ്പൊ അവർക്ക് പിന്നെ ജയിക്കാനുള്ള ചാൻസ് കൂടി, വലിയ മാർക്കൊന്നും അവർക്ക് കൂടത്തില്ല. പക്ഷെ അതൊരു റെഗുലർ എക്സാമിനായിരുന്നു. ആ +2 സേയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നായിരുന്നെങ്കിൽ അവന്മാര് പൊരിച്ചേനെ, മീൻസ് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടി വന്നേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, അത് നമ്മുടെ എക്സാം ഇത്തിരി ടഫായി പോയി. +2 റെഗുലർ എക്സാം. അപ്പൊ ഇപ്പൊ റെഗുലർ എക്സാം ഇത്തിരി ടഫ് ആക്കിയാണ് പോകുന്നതെന്ന് അർത്ഥം. ഇംപ്രൂവ്മെന്റ് എക്സാം ചിലപ്പോൾ ഈസി ആയിരുന്നിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇംപ്രൂവ് ചെയ്യണം. കാരണം നിങ്ങൾ +2 പഠിക്കുന്നത്. +2 പഠിക്കുമ്പോൾ +1 ഒരു എക്സാം എഴുതാൻ ഈസിയാണ്. നിങ്ങളിപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ ഈസി ഇല്ലയോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 7ാം ക്ലാസ്സിലെ കാര്യങ്ങൾ ഈസി ഇല്ലയോ? 7ാം ക്ലാസ്സിലെ കാര്യങ്ങൾ കാണുമ്പോൾ ഈസിയാ. അതേ ഒരു രീതിയാണ് നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് +2 പഠിക്കുമ്പോൾ +1 ഇംപ്രൂവ്മെന്റ് ഇത്തിരി ഈസി ആവും. കാരണം നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിച്ചുകൊണ്ട് താഴത്തെ ഒരു ലോവർ ക്ലാസ്സിൽ എക്സാം എഴുതുന്ന ഫീലിംഗ് ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും പറ്റുന്നിടത്തോളം ഇംപ്രൂവ്മെന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു സബ്ജക്റ്റിന് ഇത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് മാർക്ക് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനോട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതാണെന്ന് പറഞ്ഞത്. നമ്മൾ എല്ലാ വർഷങ്ങളും ഇത് ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാർക്ക് കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിനുള്ളിൽ കൂടെ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്? 3 സബ്ജക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ഇല്ലെങ്കിൽ 2 മതി, ഇല്ലെങ്കിൽ 1 മതി, ഒന്നും കുഴപ്പമില്ല. ഇനി മാർക്ക് ഇല്ലാതെ നല്ലതുണ്ട്, ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയുണ്ട് കേട്ടോ. പിന്നെ എന്നാലും മിക്ക കുട്ടികൾക്കും ഏതെങ്കിലുമൊക്കെ ഇംപ്രൂവ്മെന്റ് ഒരു സബ്ജക്റ്റെങ്കിലും ഉണ്ടാവും. ചിലപ്പോൾ 2, 3 ഒക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ, വലിയ ധൃതി പിടിച്ചൊന്നും എന്ന് തീരുമാനം വേണ്ട. നമുക്കെല്ലാം വേണ്ടതാണ്, സമയമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉടൻ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം. പിന്നെ ഇതിന്റെ വലിയ താമസമില്ലാതെ നിങ്ങളുടെ പ്രിൻസിപ്പലിന് ഈ ഫീസ് അടച്ചാൽ മതി. അവിടുന്ന് ഫോം തരും. ആ ഫോമിൽ ഫില്ല് ചെയ്ത് ഏതൊക്കെ സബ്ജക്റ്റുകളാണ് റിവാലുവേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് എഴുതി അതാത് സ്കൂളുകൾ കൊടുക്കും. പിന്നെ അൺഎയ്ഡഡ് സ്കൂളുകളിൽ ചില സ്കൂളുകൾ വാങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർക്ക് നമ്മുടെ ട്രഷറിയിൽ നിന്ന് പോയി ക്യാഷ് അടച്ച് അതിന്റെ സ്ലിപ്പും കൊണ്ട് വേണം പോകാൻ, ചെല്ലാൻ അടയ്ക്കുക എന്ന് പറയും. അത് വേണ്ട, മിക്കവാറും അവരുടെ സ്കൂളിൽ അത് തന്നെ വാങ്ങിച്ചോളൂ. അപ്പൊ എല്ലാവരും സ്കൂളുകളിൽ തന്നെ ഇത് നമുക്ക് ഈ ഫീസുകൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അടയ്ക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളും എല്ലാം ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും ഇതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഇനിയും പട്ടിപട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. വരുന്ന വീഡിയോസുകളും കാര്യങ്ങളെല്ലാം കാണുക, ഇൻക്ലൂഡിങ് നമ്മുടെ ക്ലാസ്സസ്. ഓക്കെ, ഞാൻ മാത്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ട്രിക്സുകളൊക്കെ മാർക്ക് കിട്ടാനുള്ള എല്ലാ വഴികളും നമ്മുടെ ക്ലാസ്സിൽ കൂടെ കിട്ടുകയും ചെയ്യും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിൽ എത്താനുള്ള എല്ലാ വഴിയും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് എളുപ്പം ഏതൊക്കെ ചാപ്റ്ററിൽ ഏതൊക്കെ പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും വരുന്നത്, ഓരോ ചാപ്റ്ററിലെയും എല്ലാം തന്ന് ഓർഡറിലാക്കി തരും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പഠിക്കുന്നത് വളരെ എളുപ്പമായിട്ട് ഏറ്റവും ലോവസ്റ്റ് പോർഷനിൽ നിന്നും ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടാനുള്ള എല്ലാ വഴിയും പറഞ്ഞു തരും. ഓക്കെ, എല്ലാ സംശയങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നുള്ള ക്ലാസ്സുമായിരിക്കും കിട്ടുന്നത്. എല്ലാ സബ്ജക്ട്സിനും അതുവരെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ സെഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. അടുത്ത സെഷനായിട്ട് എത്തും. എല്ലാവരും കാത്തിരിക്കുക. ഗുഡ് ബൈ.